നമ്മൾ ക്രിക്കറ്റ് കാണുമ്പോൾ അതിനകത്ത് കപിൽ ദേവ്, സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ ചിലപ്പോൾ ആദ്യത്തെ ബാളിൽ തന്നെ ഡക്ക് ഔട്ട് ആവും. പിന്നെ വന്നത് മനീന്ദർ സിംഗിനെ പോലെയുള്ള വളരെ വിക്കറ്റ് കീപ്പറായിട്ടുള്ളവർ വന്ന് നിന്ന് കളി ജയിപ്പിക്കും. ചില കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ചില ലോകകപ്പ് ക്രിക്കറ്റിലൊക്കെ, ലോകകപ്പല്ല അല്ലാത്ത ക്രിക്കറ്റുകളിലൊക്കെ മുഖ്യധാര ആളുകൾ ആദ്യം തന്നെ അങ്ങ് ഔട്ടാവും. പക്ഷേ വിക്കറ്റ് കീപ്പറായിരിക്കും ചിലപ്പോൾ റണ്ണടിച്ച് അവസാനം, അല്ലെങ്കിൽ ലാസ്റ്റ് വരുന്ന വാലറ്റം വരുന്നവർ റണ്ണടിച്ചിട്ട് കളി ജയിക്കുന്ന എത്രയോ കളികളുണ്ട്. അതുപോലെയാണ് ഇന്ത്യയിൽ കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPM-ഉം CPI-യും എല്ലാ പാർട്ടികളും ഇങ്ങനെ ഗോളടിച്ചിരുന്നെങ്കിലും വിക്കറ്റ് തള്ളിയിട്ടത് CJP എന്ന് പറയുന്ന 3 മാസം പോലും പ്രായമില്ലാത്ത വിക്കറ്റ് കീപ്പറിൻ്റെ, ഗോൾ കീപ്പറിൻ്റെ പോലും പോസ്റ്റിലേക്ക് ജോലി കിട്ടാത്ത അല്ലെങ്കിൽ ഡ്യൂട്ടി കിട്ടാത്ത ഒരു സംഘം ചെറുപ്പക്കാരാണ്, ഒരു സംഘം പേരുണ്ട്. പക്ഷേ പ്രശ്നം, അവർ ഇന്നലെ ചില സൂചനകൾ പറഞ്ഞിട്ടുണ്ട്. പാറ്റകളായതുകൊണ്ട് സൂക്ഷിക്കണം. അവർ ഇന്നലെ പറഞ്ഞ സൂചന, ഞങ്ങൾ ഒരു മാസത്തേക്ക് ഞങ്ങൾ വീട്ടിൽ പോകുന്നു, ഞങ്ങളൊന്ന് ഉറങ്ങണം, കുളിക്കണം, ഭക്ഷണം കഴിക്കണം, ഞങ്ങൾക്കൊന്ന് റിലാക്സ് ചെയ്യണം, പക്ഷെ ഞങ്ങൾ തിരിച്ചു വരും എന്നാണ് അവർ പറഞ്ഞിട്ട് പോയത്. തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ നെഞ്ചെടുപ്പുണ്ടാകുന്നത് 2 മന്ത്രിമാർക്കാണ്. ഒന്ന് നിതിൻ ഗഡ്കരിയും 2 നിർമ്മല സീതാരാമനുമാണ്. നിതിൻ ഗഡ്കരിക്ക് നെഞ്ചെടുപ്പുണ്ടാക്കുന്ന കാര്യം എത്തനോളിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള, പെട്രോളിന് പകരമുള്ള ഉപയോഗം ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കോൺട്രവേഴ്സി ഇന്ത്യയിൽ കിടപ്പുണ്ട്. പക്ഷേ വളരെ ബുദ്ധിപൂർവ്വം ഗഡ്കരി ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അത് അടിച്ചാൽ മതി, അല്ലാത്തവർ അടിക്കണമെന്നില്ല ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ആ സമരം ഇനി എത്തനോൾ പിൻവലിക്കണമെന്ന് പറഞ്ഞുള്ള സമരത്തിന് എത്ര ആളെ കിട്ടും എന്നറിയില്ല. അതൊരു പക്ഷേ വളരെ സൂക്ഷിച്ച് പാറ്റ കൈകാര്യം ചെയ്തില്ലെങ്കിൽ പാറ്റയെ ചിലപ്പോൾ ആളുകൾ തല്ലിക്കൊല്ലും. കാരണം ഒരു വിഷയം എടുത്തു, അത് ഇന്ത്യയിലെ കോടിക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വളരെ കാഠിന്യമായിട്ടുള്ള 20 പേർ ആത്മഹത്യ ചെയ്ത ഒരു അതിവൈകാരിക വിഷയം എടുത്തപ്പോഴാണ് പാറ്റയ്ക്ക് മുന്നേറാൻ കഴിഞ്ഞത്. അല്ലാതെ സകല രാഷ്ട്രീയ വിഷയങ്ങളും എടുത്താൽ എങ്ങനെ ഇരിക്കുമെന്നറിയില്ല. പക്ഷെ അതിനേക്കാൾ അപകടം പിടിച്ച മറ്റൊരു വിഷയം അവർ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്നൊരു വിഷയമാണ്. യുവാക്കളുടെ തൊഴിലില്ലായ്മ രാജ്യത്തൊരു വലിയ വിഷയമാണ്. അത് ഏറ്റെടുത്തുകൊണ്ട് നിർമ്മല സീതാരാമൻ, ധനകാര്യമന്ത്രി, രാജിവെക്കണം. കാരണം പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്ന ഡിമാൻഡ് ചിലപ്പോൾ നടത്തിയെടുക്കാൻ എളുപ്പമുള്ളൊരു ഡിമാൻഡ് അല്ലല്ലോ. അതിന് പകരം നിർമ്മല സീതാരാമൻ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തൊഴിലില്ലായ്മയുടെ കണക്ക് പുറത്ത് വിട്ടുകൊണ്ട് ഒരു സ്ട്രാറ്റജി മൂവ് ചെയ്താൽ അത് ഇന്ത്യയിൽ ചിലപ്പോൾ ക്ലച്ച് പിടിച്ചേക്കാം. ഗഡ്കരിയുടെ കേസിനേക്കാൾ കൂടുതൽ ക്ലച്ച് പിടിക്കാൻ സാധ്യത നിർമ്മല സീതാരാമൻ്റെ ഞാൻ ഈ പറഞ്ഞ തൊഴിലില്ലായ്മയ്ക്കെതിരെയുള്ള ഒരു പടയൊരുക്കം നടത്തിയാൽ, തൊഴിൽ മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അതിനകത്തൊരു സാധ്യത കയറുന്നുണ്ട്. അതുപോലെ നിർമ്മല സീതാരാമനെതിരെ പറഞ്ഞാലും ഒരു സാധ്യത കയറുന്നുണ്ട്. അപ്പോൾ ഞാനീ പറയുന്നത്, ഈ ഡൽഹി രാഷ്ട്രീയത്തിൻ്റെ അലകും പിടിയും മാറ്റുന്നതിന് വേണ്ടി ഈ പറയുന്ന കർഷകരായിട്ടുള്ളവരും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാവരും അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ആ സംഘത്തെ, അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാർ സംഘത്തെ മുന്നിൽ നിർത്തി പല സ്ട്രാറ്റജികളും ഇനി വർക്കൗട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നൊരു കാര്യം 2026 ഇപ്പോൾ 27-ൽ 2 സ്റ്റേറ്റിലാണ് തിരഞ്ഞെടുപ്പ് വരുന്നത്. UP-യിലും പഞ്ചാബിലും. 29-ൽ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് വരികയാണ്. ഇതിന് എല്ലാവരും സന്നാഹം കൂട്ടുകയാണ്. മോദിയെ എങ്ങനെയും താഴെ ഇറക്കണം എന്നുള്ള നിലയിൽ ഇന്ത്യ മുന്നണിയും പ്രതിപക്ഷവും ഈ പറയുന്ന സംവിധാനങ്ങളും ന്യൂജനും എല്ലാവരും കൂടി ഒന്നിക്കുന്ന ഒരു കാഴ്ചയും വരുന്നുണ്ട്. മറ്റത് രണ്ടാമത് തിരിച്ച് മോദിയെ തന്നെ അധികാരത്തിലേറ്റണം എന്നുള്ള BJPയുടെ സ്ട്രാറ്റജിയും വരുന്നു. വളരെ കൃത്യമാണ് ഇന്ത്യൻ പൊളിറ്റിക്സ് ഡൈവേർട്ട് ചെയ്തിരിക്കുന്നത്. മോദി വേഴ്സസ് ഇന്ത്യ. BJP ഒന്നും വിഷയമല്ല, NDA തോൽപ്പിക്കണമെന്നൊന്നുമില്ല, മോദിയെ കിടത്തണം എന്നുള്ളതാണ് ഇപ്പുറത്തുള്ള അജണ്ട. അപ്പോൾ അതിൽ അവർ വിജയിക്കണമെങ്കിൽ വളരെ കൃത്യമായ ചില സബ്ജക്റ്റുകൾ എടുക്കണം. ഓരോ വിക്കറ്റുകൾ എഴഞ്ഞു വീഴ്ത്തണം എന്നുള്ള മെയ്ഡൻ ബൗളറായിട്ടുള്ള, ആദ്യമായി ബൗൾ ചെയ്യാൻ ഇറങ്ങിയ ഫസ്റ്റ് മെയ്ഡൻ ബൗളറായിട്ടുള്ള അഭിജിത്ത് ദീപ്കെ ഫസ്റ്റ് വിക്കറ്റ് എടുത്തു കഴിഞ്ഞു. നർബേന്ദ്ര പ്രധാൻ്റെ അടുത്ത വിക്കറ്റ് ഞാൻ ഈ സൂചിപ്പിച്ച പോലെ നിതിൻ ഗഡ്കരിയാണോ നിർമ്മല സീതാരാമനാണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഞങ്ങൾ പുതിയ വിഷയങ്ങളുമായി വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിൽ വലിയ ഒരു സാധ്യത ഇന്ത്യയിൽ കാണുന്നു. അവരിന് രാഷ്ട്രീയ പാർട്ടിയാകും. പക്ഷെ രാഷ്ട്രീയ പാർട്ടി ആയാൽ പിന്നെ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാകും. കാര്യം പിന്നെ മുന്നണി രാഷ്ട്രീയം അത് ഇതെന്നൊക്കെ പറഞ്ഞ് എളുപ്പമാണ് BJPക്ക് പണി. CJP ഒരു രാഷ്ട്രീയ പാർട്ടി ആയാൽ
BJPക്ക് പണി വളരെ എളുപ്പമാണ് കൈകാര്യം ചെയ്യാൻ. അല്ലാതെ ഒരു പ്ലാറ്റ്ഫോമായി നിന്നാൽ, ഒരു അരാഷ്ട്രീയ അല്ലെങ്കിൽ അൺപൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഗ്രൂപ്പായി നിന്ന്, യുവാക്കളുടെ ഒരു ഗ്രൂപ്പായി തന്നെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഒരു ഗ്രൂപ്പായി നിന്നാൽ കുറേ പ്രയാസമുണ്ടാക്കും. പക്ഷെ അവർ ഒരുപാട് വിഷയങ്ങൾ ഏറ്റെടുത്താലും എല്ലാ വിഷയങ്ങളും ഇന്ത്യൻ ജനത ഏറ്റെടുക്കണമെന്നില്ല. കാരണം എത്തനോൾ പോലുള്ള കാര്യങ്ങൾ എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ്. അതിനകത്ത് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളവരെടുത്താൽ മതി, ആവശ്യമില്ലാത്തവരെടുക്കണ്ട. അതേസമയം തൊഴിലില്ലായ്മയുടെ വിഷയത്തിൽ കൂടെ കയറി വന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കറിയില്ല. എന്തായാലും രാജ്യം കാത്തിരിക്കുന്നത്, ഇനിയിപ്പോൾ കർഷക സമരവും സീരിയസ് ആയി വരുന്നു എന്ന് കേൾക്കുന്നു. അപ്പോൾ രാജ്യം കാത്തിരിക്കുന്നത് കർഷകരുടെയും യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സമരത്തിനാണ്. ഇതെങ്ങനെ ഇന്ത്യ ഗവൺമെൻറ് കൈകാര്യം ചെയ്യും എന്നതിനെ ആശ്രയിച്ചിട്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയം തിരിയാൻ പോകുന്നത്.